എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് റംബൂട്ടാൻ കൃഷിയിലേക്ക് തന്നെയാണ്. ഈ റംബൂട്ടാൻ കൃഷിയിൽ നമ്മളുടെ റംബൂട്ടാനൊക്കെ ഈ ഒരു പരുവായിട്ടുണ്ട്. ഒരു നല്ലൊരു മഞ്ഞ കളറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ മഴയത്ത് നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൊഴിഞ്ഞ് കംപ്ലീറ്റ് ഒരു 80% കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയി. കാരണം ഒരു 10-15 ദിവസം കണ്ടിന്യൂസ് മഴയായിരുന്നു, വെയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ മണ്ണിലേക്ക് വെള്ളം ചെന്ന് അതിൻ്റെ pH വാല്യൂ നഷ്ടപ്പെടുകയും പിന്നെ ശക്തമായ മഴയും കാറ്റും കൊണ്ട് കുറേ കൊഴിച്ചില്ല അങ്ങനെ. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും ഈ മൂത്ത കായ്കൾ ഒരിക്കലും കൊഴിയില്ല. അത് കൊഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഫംഗൽ ബാധ ഉണ്ടെങ്കിൽ മാത്രമാണ് കൊഴിയുള്ളൂ. കാരണം ഇതിന് ഓൾറെഡി മൈക്രോ ന്യൂട്രിയൻസ്, അതിൻ്റെ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കഴിഞ്ഞ് അത് ഒരു പാകമായി. ആ പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ പഴുക്കേണ്ട പാകമായി കഴിഞ്ഞാൽ പിന്നെ അത് കൊഴിഞ്ഞു പോകില്ല. അതിൻ്റെ ഒരു പകുതി ആയിരിക്കുന്ന കായകൾ, ഈ ടൈപ്പ് കായകളൊക്കെ ആണെങ്കിൽ അത് കൊഴിഞ്ഞു പോകും. കാരണം ഇതിന് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ആവശ്യമുണ്ട്, വളങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സംഭവം ഇത് വലിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളുടെ മണ്ണിൽ pHന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാകും. കാരണം അതിശക്തമായ മഴ. അങ്ങനെ പല ഘടകങ്ങളും കൂടിയാണ് നമ്മളുടെ കൊഴിച്ചിൽ കൂടുന്നത്. ഈ പ്രാവശ്യം വളരെയധികം ഏറ്റവും ഒരു കർഷകർ, കേരളത്തിലെ ഒരു 90% കർഷകരുടെയും നല്ല രീതിയിൽ കൊഴിച്ചിലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ മാർഗം, ഇപ്പോൾ ഇന്നലെ വെയിലുണ്ടായിരുന്നു, ഇന്ന് വെയിലുണ്ടായിരുന്നു. നമ്മൾ ഉടൻ തന്നെ ഇനി ഉള്ളതും കൂടി നിലനിർത്താൻ, അതായത് ചെറിയ കായകൾ ഉണ്ടായി വരുന്നത്, അതിന് മരത്തിന് മൈക്രോ ന്യൂട്രിയൻസ് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉടൻ തന്നെ നമ്മളുടെ ഡോളമേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു വലിയ മരത്തിന്, ഒരു 4-5 വർഷമായ മരത്തിന് ഒരു 1/2 കിലോ ഇട്ട് കൊടുക്കുക. ചെറിയ മരങ്ങൾക്കൊക്കെ 250 ഗ്രാമൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഉടൻ ചെയ്യുക. അപ്പോൾ ഒരു പരിധി വരെ ആ pH വാല്യൂ ഒന്നും കൂടി നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. വേറൊരു കാര്യം കൂടി ഈ കൊഴിച്ചിലിൽ നമുക്ക് സംഭവിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10-15 ദിവസമുള്ള മഴ കൊണ്ട് നമ്മളുടെ സൺലൈറ്റ്, സൂര്യപ്രകാശം നമ്മളുടെ ചെടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും ഇതിന് വളം വലിച്ചെടുത്ത് ഈ പ്രകാശ സംശ്ലേഷണം വഴിയാണല്ലോ ആഹാരം പാകം ചെയ്യുന്നത് ചെടികളെല്ലാം. അപ്പോൾ അതിനുള്ള സാഹചര്യം ഈ ചെടികൾക്ക് ഉണ്ടായിരുന്നില്ല ഈ 10-15 ദിവസം. അതും ഒരു കാരണമാണ്. അങ്ങനെ പല ഘടകങ്ങളും കൂടിയാണ് ഈ കൊഴിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം ഇത്രയും കൊഴിച്ചിൽ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് ഈ കാലാവസ്ഥ തന്നെയാണ്. പ്രതിവിധി കൂടുതലായിട്ട് നമുക്ക് പറയാനില്ല. പലരും നമ്മളെ മെസ്സേജ് അയച്ചും അതുപോലെ ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇനി നമ്മളുടെ ഡോളമേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം ചെയ്ത് നമുക്ക് നോക്കാം. അത്ര തന്നെയാണ് ഇപ്പോൾ ഇനി ചെയ്യാനുള്ളൂ. പിന്നെ കൂടുതൽ കായ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഇതിൻ്റെ പകുതി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ മൈക്രോ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഈ ഒരു പരുവം ഞാനിപ്പോൾ കാണിച്ചു വിട്ട്, ഇപ്പോൾ വലകളൊക്കെ ഇട്ടു. കഴിഞ്ഞ ദിവസം വന്ന് വലയൊക്കെ ഇട്ടു. അത്യാവശ്യം തമിഴ്നാട് ടീമിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവർ വലയിട്ട് ഇപ്പോൾ ഏകദേശം നമുക്കൊരു 135 രൂപ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. കായ കുറവ്, കൊഴിച്ചിൽ കൂടുതൽ, അതുകൊണ്ടാണ് റേറ്റ് കുറഞ്ഞത്. അല്ലെങ്കിൽ ഒരു 150 രൂപ മിനിമം നമുക്ക് അവർ വലയിട്ട് പറിച്ചെടുത്തോളും. അപ്പോൾ ഈ പ്രാവശ്യം കായ കൊഴിച്ചിലും ഇങ്ങനെയുള്ള സംഗതി ആയ കാരണം കുറച്ച് പൈസ കുറവാണ് കിട്ടിയിരിക്കുന്നത്. അവർ പറഞ്ഞു കായ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അടുത്ത പ്രാവശ്യം ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്.